ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. മക്കളെ, പരീക്ഷയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു 5 മാർക്കിന് ചോദ്യമല്ലോ. എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചോദ്യം. നിങ്ങൾ തേർഡ് ചാപ്റ്റർ, നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു നോക്കാൻ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ, ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് 2 നേട്ടങ്ങളുണ്ട്. അതായത് ഈ ഒരൊറ്റ കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ മറ്റൊരു കോൺസെപ്റ്റിലൂടെ എന്ത് ചെയ്യും പഠിക്കും. അതായത് ഒന്നെടുത്താൽ രണ്ട് എന്ന് പറയുന്നത് ബൈ 1 get 1 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒന്നുകൂടി ഫ്രീ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ എന്താണ് കൂടുതൽ സർപ്രൈസ് ആക്കി ഞാൻ വെക്കുന്നില്ല, ക്വസ്റ്റ്യൻ നേരെ കാണിച്ചാൽ നോക്കിയോ. ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമ്മളോട് പറഞ്ഞേ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക അതിന് മലയാളത്തിൽ ആവൃത്തി വിതരണം. ആവൃത്തി വിതരണം അങ്ങനെയാണ് പറയാറുള്ളത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ഞാൻ പറയുന്നു സ്റ്റാറ്റ് നിങ്ങൾ പഠിക്കരുത് മക്കളെ, കാരണം ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ആവൃത്തി വിതരണം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ബൈ എക്സ്ക്ലൂസീവ് മെത്തേഡ്. എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞല്ലേ? നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്? നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈവ് ക്ലാസ്സുകളിലും കോഴ്സുകളും കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ ഇവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിക്കണമെന്നൊക്കെ അവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് പറഞ്ഞിട്ട് ക്ലാസ് ഇൻ്റർവെൽ എന്തായിരിക്കണം 10 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് എന്താ പറഞ്ഞത്, ഒരു ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്തുകൊണ്ട് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അറിയണം, വേണ്ടേ? നോക്കിക്കോളൂ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് കണ്ടിന്യൂസ് ഡാറ്റയിലാണ് ഇത് ചെയ്യാറുള്ളത്. ഓക്കെ, ഏത് ഡാറ്റയിലാണ് ചെയ്യാറുള്ളത്? കണ്ടിന്യൂസ് ഡാറ്റ. ഈ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയും, ഈ പറഞ്ഞ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ സന്തത തത്വങ്ങൾ അല്ലേ, സന്തത ചരങ്ങളിലാണ് ചെയ്യാറുള്ളത്. അഥവാ നമുക്ക് എന്തായിരിക്കും അവിടെ ഒരു ക്ലാസ്സും ഉണ്ടായിരിക്കും പ്ലസ് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ബൈ 1 get 1 ഉണ്ട്. ആ get 1 ആണ് ഈ പറഞ്ഞത് ഫ്രീക്വൻസി അരേ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ ആവൃത്തി വിതരണത്തെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും, ഈ ഫ്രീക്വൻസി അരയെ നമ്മൾ പറയുന്നത് ആവൃത്തി നിര എന്നോ ആവൃത്തി അണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചേക്കുക, ഇംഗ്ലീഷ് പഠിച്ചു. കാരണം പരീക്ഷ എന്താണ് മലയാളം നേരെ മംഗ്ലീഷാക്കട്ടെ. അതായത് എന്താണ് ആവൃത്തി അര എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ മറക്കണ്ട, ഈ ഫ്രീക്വൻസി അരയുടെ മലയാളം ആവൃത്തി നിര എന്ന് പറയും, അതേപോലെ ആവൃത്തി അണി എന്ന് പറയും, അതേപോലെ തന്നെ എന്താ പറയും ആവൃത്തി ഈ അരയെന്ന് കൂടി എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്. നോക്കിയേക്കണേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ഡാറ്റയിലാണ്. എന്താ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ, ഡിസ്ക്രീറ്റ് ഡാറ്റയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അസന്തത തത്വങ്ങൾ അല്ലെ. അസന്തത തത്വങ്ങൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് വാല്യൂസ് അല്ലെ, നമ്മുടെ ഒബ്സർവേഷൻ വാല്യൂസ് ഉണ്ടാവും പ്ലസ് ഫ്രീക്വൻസി ഉണ്ടാവും, അവിടെ ക്ലാസ് ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. പക്ഷെ നമ്മളോട് പറഞ്ഞത് തന്നെ ക്ലാസ് വെച്ചിട്ട് ചെയ്യണം. കാരണം ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കണ്ടുപിടിക്കാം, ക്ലാസ് വെച്ചിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ നിർബന്ധമായിട്ട് ആദ്യം നോക്കുക. ഇനി നമുക്കിത് ചെയ്യാം. അതിനാദ്യം എന്താ നോക്കിയാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഭാഗം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് തിരിക്കാൻ പറ്റേ. അപ്പോൾ ആദ്യം എങ്ങനെ ക്ലാസ് തയ്യാറാക്കുന്ന കാര്യത്തിൽ നമുക്ക് വരാം. നിങ്ങൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണം ഞാനൊരു സ്ലൈഡ് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ ഫൈൻ. ഇനി നോക്കിക്കോളൂ, നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ക്ലാസ് കണ്ടുപിടിക്കണം അല്ലേ. ക്ലാസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ലോവസ്റ്റ് വാല്യൂ, ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലെ ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 0 ആണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഞാൻ എഴുതി 0 ആണെന്ന് എഴുതി. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഹയസ്റ്റ് വാല്യൂ, ഈ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന വാല്യൂ നിങ്ങൾ കണ്ടെത്തണം. ഹയസ്റ്റ് വാല്യൂ എന്ത് ചെയ്യണം, അതുകൂടി നിങ്ങൾ കണ്ടെത്തണം. ഈ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ, ഞാനിവിടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ 49 ആണ്. 49 ആണ് ഏറ്റവും വലിയ സംഖ്യ. അത് ഞാനിവിടെ എഴുതി വെച്ചു. ഇനി നമ്മളോട് പറഞ്ഞത് ക്ലാസിൻ്റെ ഇൻ്റർവെൽ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 10 വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് വേണ്ട ക്ലാസ് നമ്മൾ തയ്യാറാക്കാൻ ആദ്യം ചെയ്യുന്നത് നോക്കിക്കൊള്ളടാ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയ സംഖ്യയുള്ള 0 എന്നാണ്. 0 to 10. അപ്പോൾ എത്ര ക്ലാസ് ഇൻ്റർവെൽ 10 തന്നെ. അടുത്തത് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഉണ്ട്, വീണ്ടും അതേ സംഖ്യ കൊണ്ട് തുടങ്ങണം. 10 to 20. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ തന്നെ പിന്നെയും പോകണം. കാരണം ഈ തമ്മിൽ വ്യത്യാസം എത്രയാണ്, 10ഉം 0 തമ്മിലുള്ള വ്യത്യാസം 10, 20ഉം 10 തമ്മിലുള്ള വ്യത്യാസവും 10. അടുത്ത ക്ലാസ് നമ്മൾ എഴുതുമ്പം ഈ ആവർത്തിച്ച് വരണം, 20 തന്നെ ഇവിടെയും വരണം. അപ്പോൾ എന്ത് വരും, 20 to 30, അടുത്തത് 30 to 40, അടുത്തത് 40 to 50. ഇത്രയും മതിയോ? മതി. എന്താ കാരണം 49 വലിയ നമ്പർ, അതെന്തായാലും ഈ ക്ലാസ്സിൽ ഉൾപ്പെടും. അപ്പോൾ നമുക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ടാലി മാർക്ക് ചെയ്യാണ്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കി, ക്ലാസ് ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നോക്കി, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എല്ലാം സെറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ടാലി മാർക്കാണ്. ഈ ടാലി മാർക്ക് പറഞ്ഞാൽ എന്താ, നിങ്ങളിപ്പോൾ
സ്കൂളിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ ക്വിസ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ 8 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാർക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതല്ല, ടാലി മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, 1 2 3 4 മാർക്ക് കിട്ടിയാൽ നമ്മൾ 4 വരെ വരയ്ക്കും. 5ാമത്തെ മാർക്ക് നമ്മൾ 5ാമത്തെ വരെ വരയ്ക്കില്ല. അതെന്ത് ചെയ്യും, അതിങ്ങനെ ക്രോസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്ത് വായിക്കാം, 5 എന്ന് വായിക്കാം. ഇനി അടുത്ത് 6 7 8 9 10 11 12 13 14 15 ഇങ്ങനെ ടാലി മാർക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാലി മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ, സാർ എപ്പോഴും ഈ പറഞ്ഞ ക്രോസ് ചെയ്യണമെന്ന് വേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കിട്ടിയത് 11 ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എത്ര ഉണ്ട്, 16 ആണെന്ന് വിചാരിക്കുക. 5 10 15 16 ഇതെന്താണ് 16 എന്നാണ് വയ്ക്കുക. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വന്ന കാര്യം നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ടാലി മാർക്ക് കണ്ടുപിടിക്കാൻ നോക്കണേ. അപ്പോൾ ടാലി മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വട്ടം ആവർത്തിച്ചു വന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 0 to 10 അഥവാ എന്താണ് 0 മുതൽ 10 വരെയുള്ള സംഖ്യ. 0 മുതൽ 10 വരെയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നായിരിക്കും. പിന്നെ 1 2 3 4 എന്ന് പറഞ്ഞ് പോയി എവിടെ വരെ ഉണ്ടാവും, 9 വരെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. 10 അതിൽ ഉൾപ്പെടുത്തില്ല. എന്തുകൊണ്ട്, നമ്മളിവിടെ 10 ക്ലാസിൻ്റെ വാല്യൂ ആണെങ്കിൽ പോലും അത് ഉൾപ്പെടുത്തുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എക്സ്ക്ലൂസീവ് മെത്തേഡാണ്. എന്ത് ചെയ്യും, നമ്മൾ 10 പിന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 10 11 12 13 എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ എത്ര വരെ ചേർക്കും, 19 വരെ ചേർക്കും. 20 ഉണ്ടെങ്കിൽ പോലും 20 നമ്മൾ ചേർക്കില്ല. 20 അടുത്ത ക്ലാസ്സിലെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ പോവുക. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 0 മുതൽ 10 വരെ എത്ര വാല്യൂസ് ഒന്നാമത്തെ ക്ലാസ്സിൽ വരുന്നത്. 0 മുതൽ 10 വരെയുള്ള എത്ര വാല്യൂസ് നമുക്ക് നോക്കാം. 1 2 ദെൻ വേറെ ഏതെങ്കിലും വാല്യൂ ഉണ്ടോ, ഇല്ല. 0 8 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ ടാലി മാർക്ക് കൊടുത്ത് 2 1 2 ഞാനിവിടെ ഫ്രീക്വൻസി ചെയ്ത് എത്ര ആണ്, 2 വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് 10 to 20. 10 to 20 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് നോക്കാം. നമുക്കിവിടെ 10 മുതൽ 20 വരെയുള്ള നമ്പർ അല്ലേ. നോക്കി 12 അതിൽ വരുന്നതാണ്. 1 14 ആ കൂട്ടത്തിൽ വരും. 2 16 ആ കൂട്ടത്തിൽ വരും. എന്താ കാരണം, 10 മുതൽ 19 വരെയുള്ള നമ്പറാണ് അടുത്ത ക്ലാസ് വരിക. അപ്പോൾ നോക്കി 10 മുതലാകുമ്പോൾ 12 അതിൽ വരും, 14 വരും, 16 വരും അല്ലേ. അപ്പോൾ 3 ആയി. ഇനി അടുത്ത വീണ്ടും 12 4 ദെൻ 18 5 അല്ലേ. 5 നമ്പർ കിട്ടി. അപ്പോൾ 5 ഉണ്ട്. 5 അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യം എഴുതി വെച്ചു. 5 ഫ്രീക്വൻസി 1 2 3 4 5 അത് എഴുതി വെച്ചു. ഫ്രീക്വൻസി ആയിരുന്നു 5 എന്ന് എഴുതി വെച്ചു. ഓക്കെ, നെക്സ്റ്റ് 20 മുതൽ 30 വരെ. 20 മുതൽ 30 വരെ വേണ്ടത്. നമുക്ക് 20ൻ്റെയും 30ൻ്റെ ഇടയിലെ നമ്പർ നോക്കാം. 20ൻ്റെയും 30ൻ്റെ ഇടയിലെ നമ്പറാണ് 21. എന്തായാലും അതിൻ്റെ ഇടയിലെ വരിക, ഉറപ്പല്ലേ, ഉറപ്പാണ്. 28 അതിൻ്റെ ഇടയിൽ വരിക. ഇപ്പോൾ 2 ആയി അല്ലേ. ഇനി 22 വരും, 3 29 വരും, 4 ദെൻ 28 വരും, 5 23 വരും, 6 23 അഗൈൻ വരും, 7 24 അഗൈൻ വരും, 8 27 അഗൈൻ വരും, 27 28 അല്ലേ. മൊത്തത്തിൽ 1 2. അപ്പോൾ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കണേ. 1 2 ദെൻ 3 4 5 6 7 8 9 9 നമ്പറുകൾ നമുക്ക് വന്നത്. എത്ര നമ്പർ വന്നു, 9 നമ്പർ വന്നു. അപ്പോൾ ഞാൻ ആ ടാലി മാർക്കിൽ ഇനി അത് ചേർക്കാൻ പോവാണ്. 9 എണ്ണം അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, 1 2 3 4 5 6 7 8 9 9 ആയല്ലോ. 9 ആയി കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ ആ ഫ്രീക്വൻസി എഴുതി 9 എന്ന് എഴുതിച്ചു. ഇനി അടുത്ത 30നും 40നും ഇടയിലുള്ള നമ്പർ നമ്മൾ നോക്കണം. 30നും 40നും ഇടയിലുള്ള നമ്പർ നോക്കാം. നമുക്കിവിടെ നോക്കിക്കോളൂ, 30 40 ഉള്ളത് 1 38 വരും, 32 വരും, ദെൻ 32 ഇവിടെ ഉള്ളതും വരും, 38 വരും, ദെൻ 37 വരും, 34 വരും, ദെൻ 35 വരും, 36 വരും, 33 വരും. എത്ര നമ്പർ ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 എത്ര നമ്പർ വരുന്നുണ്ട്, 9 നമ്പർ നമുക്ക് വന്നത് അല്ലേ. 9 നമ്പറാണ് നമുക്ക് വന്നിട്ടുള്ളത്. വേറെ ഏത് നമ്പറില്ലല്ലോ, ഇല്ല. 9 നമ്പർ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ടാലി മാർക്ക് എഴുതുന്നു 9. 1 2 3 4 5 6 7 8 9. ഓക്കെ, അത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് എത്ര വരുന്നത്, 40 to 50 ആണല്ലേ. 40 to 50ൻ്റെ ഇടയിൽ എത്ര വാല്യൂസ് ആണ് നമുക്ക് നോക്കാം. നോക്കണേ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ദെൻ 2 3 ദെൻ 4 5 എത്ര നമ്പർ വന്നു, 5 നമ്പർ നമുക്ക് വന്നത്. 5 നമ്പറുകളാണ് നമുക്ക് അവിടെ വന്നത് അല്ലേ. 41 47 48 49 43 5 നമ്പറുകൾ വന്നു. ഞാൻ അതും ടാലി മാർക്ക് വെക്കുന്നു. ഓക്കെ, 1 2 3 4 5. ഓക്കെ, 5 എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ തന്നിരിക്കുന്ന മൊത്തം എത്ര വാല്യൂസ് എന്ന് നോക്കാം.
മൊത്തം 30 വാല്യൂസ് ഉള്ളത് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 3 സെറ്റ്. അപ്പോൾ മൊത്തം 30 എണ്ണം അല്ലേ. നമുക്കിനി ഫ്രീക്വൻസി മൊത്തം കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടണം? ഇവിടെ എഴുതിയ ഫ്രീക്വൻസി മൊത്തം കൂട്ടി നോക്കുമ്പോഴും 30 കിട്ടിയാൽ നമ്മുടെ ഉത്തരം കറക്റ്റ് ആയിരുന്നു. നോക്കണേ, 2 5 7 7 9 16 16 9 25 25 5 30 കറക്റ്റാണ്. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യന് 4 അല്ലെങ്കിൽ 5 മാർക്കായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത് വെച്ചത്? ടാലി മാർക്കും ആദ്യം നമ്മളിവിടെ ചെയ്ത് വെച്ചാൽ ക്ലാസ് കണ്ടെത്താൻ ക്ലാസ് ഇൻ്റർവെൽ വേണം. അതിൻ്റെ മുമ്പ് ലോവസ്റ്റ് വാല്യൂം ഹയസ്റ്റ് വാല്യൂ കണ്ടെത്തണം. എന്നിട്ട് ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിച്ചിട്ട് ക്ലാസ് തയ്യാറാക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസികൾ തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ടാലി മാർക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ടാലി മാർക്ക് കൊടുത്തതിന് ശേഷം അത് ഫ്രീക്വൻസി ആയിട്ട് നമ്മളവിടെ എഴുതുകയും ചെയ്തു. ഇത്രയുള്ള കാര്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ആൻസർ ഇങ്ങനെയായിട്ട് വരുന്നത്. ഫൈനൽ ആൻസർ ഇങ്ങനെ വരുന്നത് നമ്മളോട് ചെയ്ത് വെച്ച കാര്യം തന്നെ 2 5 9 ഇതാ ഇങ്ങനെയാണ് ടാലി മാർക്ക് കൊടുക്കുന്നത്. 9 എഗെയിൻ 9 അല്ലേ, എഗെയിൻ 9 യെസ്, ദെൻ ഫൈനലി 5. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവേഷൻ, അതായത് ജസ്റ്റ് വാല്യൂസ് ഒബ്സർവേഷന് പ്ലസ് ടാലി മാർക്ക് പ്ലസ് നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി. ഈ പറഞ്ഞൊരു മോഡിൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാറുണ്ട്. ഇതിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ടാലി മാർക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവില്ല. ഇവിടെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക? ഇല്ല, ക്ലാസിൻ്റെ രീതിയിലാവില്ല നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. ബാക്കി മറ്റ് നമ്പേഴ്സിൻ്റെ ഫോർമാറ്റിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? അത് ഫ്രീക്വൻസി അറേ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് വിളിക്കുന്ന സംഗതി ഇതാണെന്നുള്ള കാര്യം വൃത്തിയായിട്ട് ഓർത്തുക. അപ്പോൾ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ജോയിൻ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. 1 second, it's me, Salsabin, signing out from Edubot. Happy learning all. Bye.